मुझे जवाब दीजिए. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, ഇനി ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. ഇനി എന്തിനൊക്കെയാണെന്നല്ലേ അത് നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. प्रधानमंत्री जी, आप मुझे बताइए, सीमाएं आपके हाथ में है, कोस्टल सिक्योरिटी आपके हाथ में है, बीएसएफ सेना सब आपके हाथ में है, नेवी आपके हाथ में है. ये विदेश से घुसपैठ के कैसे घुस जाता? അപ്പൊ നമ്മുടെ ജി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ BSF നമ്മുടെ കൺട്രോളിലാണ്. നമ്മുടെ ബോർഡേഴ്സ്, കോസ്റ്റൽ ഗാർഡ്, ആർമി, നാവി എല്ലാം നമ്മുടെ കൺട്രോളിലാണ്. അത് 2014 ശേഷം ഈ കൺട്രോളൊക്കെ പോയോ? ഇനി അടുത്തത് നമ്മുടെ ജി എന്താ പറയുന്നത് വെച്ചാൽ സാറോ കമ്മ്യൂണിക്കേഷൻ ഓൾസോ നമ്മുടെ കയ്യിലാണെന്നാണ്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ. सारा कम्युनिकेशन भारत सरकार के अंडर में है. कोई भी अगर टेलीफोन पे बात करता है, ईमेल भेजता है, भारत सरकार उसको इंटरप्ट कर सकती है. इंटरप्ट कर करके जानकारियां पा सकती है कि आतंकवादी गतिविधि के अंदर कौन सा कम्युनिकेशन चल रहा है और आप उसे रोक सकते. അപ്പൊ ഫോണിലായിക്കോട്ടെ, ഇമെയിലായിക്കോട്ടെ, ഇനി എന്തിലാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ ഇന്ത്യൻ സർക്കാരിനെ ഇന്റർസെപ്റ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നത്. അപ്പോ മുझे ജവാബ് ദീജിയെ പ്രൈം മിനിസ്റ്റർ, സാരെ ഭാരതീയോംകോ ജവാബ് ദീജിയെ. എവിടെയാണ് തെറ്റ് സംഭവിച്ചത്? ഇതിനൊക്കെ കാരണക്കാർ ആരാണ്? ഇപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത് ഓപ്പോസിഷനോടാണ്. മോദിയുടെ ഒരു ഭാഗ്യേ. 2012 ഒരു BJP റാലിയിൽ വെച്ച് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി അന്നത്തെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിനോട് ചോദിച്ച ചോദ്യങ്ങളാണിത്. അപ്പോൾ ഇന്ന് പ്രൈം മിനിസ്റ്റർ പദവിയിലിരിക്കുന്ന മോദി, അയാൾ ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം തരണ്ടേ? ജവാബ് ദീജിയെ പ്രൈം മിനിസ്റ്റർ. കാശ്മീരിലെ പെഹൽഗാം അറ്റാക്ക് കേട്ടപ്പോൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി സൗദി പര്യടനമൊക്കെ നിർത്തിവെച്ച് പാഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നു. എന്നിട്ട് നേരെ പോയത് എങ്ങോട്ടാ? ഇലക്ഷൻ പ്രചാരണത്തിന് നിതീഷ് കുമാറിനോടൊപ്പം ബീഹാറിലാണ് ചേരാൻ. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, നിങ്ങൾ വളരെ ലക്കിയാണ്. എന്താണെന്നല്ലേ, പ്രസ് മീറ്റിൽ പങ്കെടുക്കാനുള്ള നിങ്ങളുടെ പേടി കാരണം നിങ്ങളോടാരും ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നില്ല. പാർലമെന്റ് ആണെങ്കിൽ അത് കഴിഞ്ഞും പോയി. ദ ഗോഡി മീഡിയ, അതെ, വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് അവർ ഇതൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ. അവരിപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഓപ്പോസിഷനോട്. മതം എന്ന വികാരത്തെ വിഷത്തിൽ ചാലിച്ച് തലച്ചോറിൽ കുത്തിവെച്ച് ആട്ടിൻകൂട്ടങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ചെന്നായകളായാണ് ഇവിടെ പലരും പ്രവർത്തിക്കുന്നത്. തന്റെ അച്ഛനെ കൊന്ന ഭീകരർക്ക് മുന്നിൽ മരണം മുന്നിൽ കണ്ട് വിറച്ചു നിന്ന പെൺകുട്ടിക്കും കുടുംബത്തിനുമൊപ്പം താങ്ങായും തണലായും സുരക്ഷയേകിയ മുസാഫിർ സമീർ എന്ന മുസ്ലിം സഹോദരങ്ങളോട് തിരിച്ചു വരുമ്പോൾ നിങ്ങളെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ ആ മുസ്ലിം സഹോദരിയെ നമ്മൾ കണ്ടില്ലേ? തന്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വിരിമാറ് കാണിച്ചു കൊടുത്ത് വീരമൃത്യു വരിച്ച ഷഹീദ് സയ്യിദ് ആദിൽ ഹുസൈൻ എന്ന ശരിക്കുമുള്ള ഷഹീദിനെ നമ്മൾ കണ്ടില്ലേ? അവിടെ കഷ്ടപ്പെടുന്നവർക്ക് വെള്ളവും ഭക്ഷണവും താമസവും ഷെൽട്ടറും യാത്രാ സൗകര്യങ്ങളും ഒരുക്കിയ കാശ്മീരി സഹോദരങ്ങളെ നമ്മൾ കണ്ടില്ലേ? എന്നാൽ ഈ ഗോഡി മീഡിയ കണ്ടത് ഇതൊന്നുമല്ല. മുസ്ലിം അല്ലെങ്കിൽ അമുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു, സിഖ്, ഇതൊക്കെ ഇങ്ങനെ വേർതിരിച്ച് പറയേണ്ട ദുരവസ്ഥ, ഇതല്ലേ നമ്മുടെ പരാജയം? ശരിക്കും ഇന്ത്യൻ എന്നൊരൊറ്റ ലേബലല്ലേ ഇവരൊക്കെ അർഹിക്കുന്നത്? ഇതുപോലെ ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതിനോടൊക്കെ ആരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും? ഇതിന് നമുക്കുള്ള ജവാബ് ആരാണ് തരിക? ദ ട്രെയിൻ ആക്സിഡന്റ്, നോ ക്വസ്റ്റ്യൻസ് ടു ദ റെയിൽവേ മിനിസ്റ്റർ, നോ ആൻസേഴ്സ് എയ്തർ. ദ പേപ്പർ ലീക്ക്, നോ ക്വസ്റ്റ്യൻസ് ടു ദ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ, അതിന് നമുക്ക് ഉത്തരമില്ല. മണിപ്പൂർ കലാപം, അവിടെയും സ്ഥിതി ഇത് തന്നെ. ഇപ്പൊ ഇത് അവസാനം പഹൽഗാം അറ്റാക്ക്, ഇവിടെയും ഒരു മാറ്റവുമില്ല. ഇതൊക്കെ ചെയ്ത ഈ ഡാഷ് മക്കൾ ഭീകരർക്ക് കിട്ടാനുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഓരോ ഇന്ത്യക്കാരനും. രക്തച്ചൊരിച്ചിലുകളെ വോട്ട് ബാങ്കുകളാക്കി മാറ്റുന്ന പ്രക്രിയ നാം ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഈ ദുരന്തത്തെയും മുതലെടുത്തുകൊണ്ട് വികാരമാക്കി മാറ്റി അതിർത്തിയിലെ പട്ടാളക്കാരെ കുറിച്ച് ചിന്തിക്കൂ എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇനിയും അതിജീവിക്കും. മിസ്റ്റർ प्राइम मिनिस्टर, भी सवाल पूछेगा, आप जवाब दीजिए.